പ്രത്യേകിച്ച് താഴെ തട്ടിലുള്ളതും ഇടത്തരക്കാരുമായിട്ടുള്ള ആളുകളുടെ വികസനത്തിന് തന്നെയാണ് നരേന്ദ്രമോദി കൂടുതൽ ഈ ഒരു പ്രകടന പത്രികയിൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് സൗജന്യ റേഷൻ 5 വർഷത്തേക്ക് കൂടി തുടരുന്നതും 70 വയസ്സ് കഴിഞ്ഞ വൃദ്ധർക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സയെല്ലാം എന്തായാലും സാധാരണക്കാർക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോകാം. യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ, പാവപ്പെട്ടവർ എന്നീ 4 വിഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് ബിജെപിയുടെ സങ്കൽപ് പത്ര. ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയായ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന വരുന്ന 5 വർഷത്തേക്ക് കൂടി തുടരുമെന്നതാണ് ബിജെപിയുടെ വാഗ്ദാനം. പ്രതിമാസം 5 കിലോ അരിയും 5 കിലോ ഗോതമ്പും ഡാലും സൗജന്യമായി നൽകുന്ന പദ്ധതിയുടെ ഭാഗമാകുന്നത് 81 കോടി ജനങ്ങളാണ്. അതായത് ഭാരതത്തിലെ മൊത്തം ജനസംഖ്യയുടെ 57%. കയറിക്കിടക്കാൻ ഒരു ഇടമില്ലാത്തവർക്കായി കഴിഞ്ഞ 10 വർഷത്തിനിടെ 4 കോടി ഭവനങ്ങളാണ് മോദി സർക്കാർ നിർമ്മിച്ചത്. വരുന്ന 5 വർഷം കൊണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ 3 കോടി പുതിയ വീടുകൾ നിർമ്മിക്കും. പാവപ്പെട്ട അമ്മമാർക്കായി ഇതിനകം 10 കോടി ഗ്യാസ് സിലിണ്ടറുകൾ നൽകി കഴിഞ്ഞു. ഉജ്ജ്വല യോജന തുടരുമെന്നും ബിജെപിയുടെ പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. സൂര്യഘർ മുഫ്തി ബിൽ യോജനയിലൂടെ പാവപ്പെട്ടവർക്ക് സൗജന്യമായി വൈദ്യുതി നൽകും. മുദ്രാ ലോൺ വായ്പാ തുക 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമാക്കിയതും പ്രതിവർഷം 6000 രൂപ സൗജന്യമായി നൽകുന്ന കിസാൻ സമ്മാൻ നിധി തുടരുന്നതുമെല്ലാം അടിസ്ഥാന വർഗത്തിന്റെ കയ്യടി നേടുന്ന പ്രഖ്യാപനങ്ങളാണ്. ജനം, ഡൽഹി.